ക്ലബ് 7 ഹോട്ടലിൽ താൻ എത്തിയിരുന്നുവെന്ന നിർണായകമായ വെളിപ്പെടുത്തലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചെടുത്ത ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ വഴിത്തിരിവുണ്ടാക്കുന്ന ഒന്നാണ് ഈ തുറന്നു പറച്ചിൽ. എന്നാൽ ഹോട്ടലിൽ എത്തിയത് പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി സംസാരിക്കാൻ മാത്രമായിരുന്നുവെന്നാണ് രാഹുലിന്റെ വാദം. പരാതിക്കാരിയുമായുള്ള തന്റെ കൂടിക്കാഴ്ചയിൽ മറ്റ് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും പീഡനാരോപണത്തെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഹോട്ടലിലെ 408 നമ്പർ മുറിയിലാണ് ഇവർ താമസിച്ചതെന്ന് സ്ഥിരീകരിച്ചു. ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുൽ BR എന്ന പേരിൽ മുറിയെടുത്തതും അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറിയിരിക്കുകയാണ്. വ്യാജ പേരിലോ അല്ലെങ്കിൽ പേര് ഭാഗികമായി മാറ്റിയോ മുറിയെടുത്തത് എന്തിനാണെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് പുറമെ പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ കുഴപ്പിക്കുകയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറാൻ സാധ്യതയുള്ള ലാപ്ടോപ്പ് ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് രാഹുൽ കൃത്യമായ മറുപടി നൽകുന്നില്ല. മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവ തുറക്കാൻ ആവശ്യമായ പാസ്വേഡുകൾ നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിർണായകമായ CCTV ദൃശ്യങ്ങൾ, സന്ദേശങ്ങൾ, ഇമെയിൽ വിവരങ്ങൾ എന്നിവ നശിപ്പിക്കാനോ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് പോലീസ് സംശയിക്കുന്നു. രാഷ്ട്രീയ പ്രമുഖരുമായുള്ള വ്യക്തിപരമായ ചാറ്റുകളും സംഭാഷണങ്ങളും ഫോണിലുള്ളതിനാലാണ് അദ്ദേഹം പാസ്വേഡ് നൽകാത്തതെന്നാണ് രാഹുലിന്റെ പക്ഷമെങ്കിലും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണിതെന്ന് SIT കരുതുന്നു. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ തിരികെ എത്തിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. ഹോട്ടലിലെ ജീവനക്കാരുടെ മൊഴികളും അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ എത്തിയ സമയം, മുറിയിൽ ചിലവഴിച്ച സമയം, ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളും രാഹുലിന്റെ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. രാഷ്ട്രീയ പകപോക്കലിനാണിതെന്ന് രാഹുൽ അനുകൂലികൾ വാദിക്കുമ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഫോൺ അൺലോക്ക് ചെയ്യാൻ വിസമ്മതിക്കുന്നത് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. കോടതിയുടെ അനുമതിയോടെ ഫോണുകൾ ശാസ്ത്രീയ ലാബുകളിലേക്ക് അയച്ച ഡാറ്റ വീണ്ടെടുക്കാനാണ് നീക്കം. ഇപ്പോൾ ലാപ്ടോപ്പ് കണ്ടെത്താനായി രാഹുലിന്റെ സുഹൃത്തുക്കളുടെയും അടുത്ത അനുയായികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്താനും സാധ്യതയുണ്ട്. പീഡന പരാതികൾക്കപ്പുറം വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും സംഘം പരിശോധിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുതൽ പത്തനംതിട്ടയിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. എയർ ക്യാമ്പിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ്. അന്വേഷണം പക്ഷപാതപരമാണെന്നും സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും ആരോപണം ശക്തമാണ്. എന്നാൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നാണ് പരാതിക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന ആവശ്യം. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പഴുതടച്ചുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കുന്നത്. ഹോട്ടലിലെ രജിസ്റ്റർ വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ കോർത്തിണക്കി രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനാണ് SIT ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മൊഴികളിൽ പലതും അവിശ്വസനീയമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഫോൺ പാസ്വേഡ് നൽകാതിരിക്കുന്നതിലൂടെ പ്രധാനപ്പെട്ട വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇല്ലാതാക്കാൻ സമയം കണ്ടെത്തുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ഹോട്ടലിൽ താമസിച്ചത് എന്തിനാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾക്കാണോ അതോ മറ്റേതെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്കാണോ മുറിയെടുത്തതെന്ന് പോലീസ് പരിശോധിക്കുന്നു. അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി കാലാവധി നീട്ടാൻ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ രാഹുലിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ ദുരൂഹതകൾ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.